വാർത്തകളിലേക്ക്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ പിന്തുണ അറിയിച്ച് യുഎസ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായുള്ള ടെലിഫോൺ ചർച്ചയിലാണ് യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഐക്യദാർഢ്യം അറിയിച്ചത്. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ചൈനീസ് പ്രതിനിധിയുമായ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തി. പിന്തുണ നൽകിയതിനും പെഹൽഗാം ആക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്ന് ആഹ്വാനം ചെയ്തതിനും ചൈനയ്ക്ക് പാകിസ്ഥാൻ നന്ദി അറിയിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. മനു ഭട്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, തിരക്കിട്ട നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുകയാണ്. ഏത് തരത്തിലുള്ള പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഭയം അത് പാകിസ്ഥാൻ ഉണ്ട് താനും. അതിനിടയിലാണ് ഇപ്പോൾ യുഎസിന്റെ പിന്തുണ കൂടുതൽ ഉറച്ച ശബ്ദത്തിൽ യുഎസ് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്ന സാഹചര്യം. എങ്ങനെ നോക്കിക്കാണണം നമ്മൾ ഈ സാഹചര്യത്തെ? അതോടൊപ്പം ചൈനയുടെ പിന്തുണയിൽ പാകിസ്ഥാൻ ആത്മവിശ്വാസം കണ്ടെത്തുന്നുണ്ടോ? ആര്യ, ഇതിൽ നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ തർക്കമുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് റഷ്യ മാത്രമാണ് പിന്തുണ പലപ്പോഴും നൽകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്ന് പാകിസ്ഥാന് ചൈന മാത്രം പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും മറ്റ് ലോകരാജ്യങ്ങൾ കൂടുതലും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് വരികയും ചെയ്യുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും യുഎസിൻ്റെ ഡിഫൻസ് സെക്രട്ടറിയുമായാണ് നമ്മുടെ രാജ്നാഥ് സിംഗ് ചർച്ച ചെയ്തത്, ടെലിഫോൺ സംഭാഷണം നടത്തിയത്. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ ചർച്ചയിൽ പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ എങ്ങനെയാണ് തീവ്രവാദത്തിന് വലിയ താവളം ഒരുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നടത്തി. അപ്പോൾ ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച് അവർക്ക് നടപടികൾ എടുക്കാൻ എല്ലാ അധികാരവുമുണ്ട് എന്ന് യുഎസ് വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഇന്ത്യക്ക് കൃത്യമായ പിന്തുണ നൽകാൻ കൂടി തയ്യാറാവുകയാണ് യുഎസിൻ്റെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ പിന്തുണ കൂടുതൽ ഇന്ത്യക്ക് അനുകൂലമായി വരുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം ചൈനയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുകയാണ് പാകിസ്ഥാൻ. ചൈനീസ് അംബാസിഡറുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ചൈനീസ് അംബാസിഡറുമായി കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. സിയാങ് ജിങ്ഡോങ്ങുമായി അവിടെ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിൽ ഷഹബാസ് ഷെരീഫ് നന്ദി അറിയിക്കുകയാണ്. ചൈന പിന്തുണ പ്രഖ്യാപിക്കുകയും ഒപ്പം ഇതിൽ ഇന്ത്യയിൽ നടന്ന ഈ ആക്രമണത്തിൽ ഒരു നിഷ്പക്ഷ അന്വേഷണം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച ചൈനീസ് നടപടിയെ അംഗീകരിച്ചുകൊണ്ട് പിന്തുണ അറിയിക്കുകയുമാണ് ചെയ്യുന്നത്. അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള ചില ഭീഷണികൾ ഇപ്പോഴും തുടരുന്നു. അത് പരിഭ്രാന്തിയിൽ നിന്നാണ് എന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. കാരണം ഇന്ത്യയിൽ വളരെ ഗൗരവത്തോടു കൂടിയുള്ള ചർച്ചകൾ നടക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ അവലോകനം ചെയ്യുകയും പട്ടാളവും അതുപോലെ നാവികസേനയുമൊക്കെ സൈനിക അഭ്യാസങ്ങൾ അനുവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഘട്ടത്തിൽ പാകിസ്ഥാനിൽ പരിഭ്രാന്തി പടരുകയാണ്. ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കുന്നത് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കുന്നത്. ഈ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നത് വന്നാൽ അല്ലെങ്കിൽ സംഘർഷം തുടരുന്നൊരു സാഹചര്യം വന്നാൽ ആണവായുധം ഉപയോഗിക്കും എന്നതാണ്. അതിന് നേരത്തെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടിയല്ല ഇത്തരത്തിൽ ആയുധങ്ങൾ ഉള്ളത് എന്ന തരത്തിലുള്ള പ്രതികരണം ഇന്ത്യയും നേരത്തെ അങ്ങോട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആഗോള തലത്തിലുള്ള രാജ്യങ്ങളുടെ പിന്തുണ നേടാനുള്ള പ്രയത്നമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പരിഭ്രാന്തിയിൽ നടത്തുന്നത്. തീർച്ചയായും മനു ഭർത്താണ് വിശദാംശങ്ങൾ നൽകിയത്. പഹൽഗാം സംഭവത്തിൽ അന്വേഷണം കശ്മീരിലെ വിഘടനവാദ സംഘടനകളിലേക്കും. വെടിവയ്പ്പിന് ദിവസങ്ങൾക്ക് മുമ്പേ പഹൽഗാമിലെത്തിയ തീവ്രവാദികൾക്ക് പ്രാദേശിക പിന്തുണ കിട്ടിയിരുന്നതായാണ് NIA കണ്ടെത്തൽ. ബൈസൺ വാലിക്ക് പുറമെ 3 ഇടങ്ങളിൽ കൂടി ആക്രമണത്തിന് തീവ്രവാദികൾ ലക്ഷ്യമിട്ടുവെന്നും NIA കണ്ടെത്തി. അമൃത്സർ അതിർത്തിയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം BSF ഇല്ലാതാക്കി. വെടിവെപ്പ് അന്വേഷണം പ്രാദേശിക നേതാക്കളിലേക്ക് എത്തുകയാണ്. കുപ്വാര, ഹദ്വാര, അനന്ത്നാഗ്, ത്രാൽ, പുൽവാമ അടക്കമുള്ള മേഖലകളിലെ ഹുറിയത്ത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തി. പ്രാദേശിക പിന്തുണയോടെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പഹൽഗാമിൽ തീവ്രവാദികൾ എത്തിയെന്നാണ് വിലയിരുത്തൽ. നിരവധി പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 186 പേർ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. ബൈസരൻ വാലിക്ക് പുറമെ അരു താഴ്വര, അമ്യൂസ്മെന്റ് പാർക്ക്, ബേതാബ് താഴ്വര എന്നിവിടങ്ങളിലും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടു. പക്ഷേ സുരക്ഷ ശക്തമായതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു.
താഴ്വരയിൽ നിന്നും 3 സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചതിന്റെ തെളിവുകളും NIA കണ്ടെത്തി. NIA DGയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പെഹൽഗാമിലെത്തിയിട്ടുണ്ട്. പെഹൽഗാം സംഭവത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സൈബർ ആക്രമണത്തിന് നീക്കം നടക്കുന്നതായും സൂചനകളുണ്ട്. ബാങ്കിംഗ്, റെയിൽവേ ഒപ്പം വിവിധ സർക്കാർ വകുപ്പുകളുടെ ഇന്റർനെറ്റ് ശൃംഖലയിൽ ഹാക്കിങ്ങിനാണ് ശ്രമം. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള ഹാക്കർമാർ ഇത്തരം ശ്രമം നടത്തുന്നതായി അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഇതിനിടെ പഞ്ചാബിലെ അമൃത്സർ അതിർത്തിയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. ഗ്രനേഡുകളും തോക്കുകളും അടക്കം ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്ക് ഒരുങ്ങവേ ലഷ്കർ ഇ തൈബ തലവൻ ഹാഫിസ് സയീദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് പാകിസ്ഥാൻ. നിലവിലെ സുരക്ഷയ്ക്ക് പുറമെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെയും ഹാഫിസ് സയീദിന്റെ സുരക്ഷയ്ക്കായി നിയമിച്ചു. അന്വേഷണവുമായി ഇന്ത്യയോട് സഹകരിക്കണമെന്ന് പാകിസ്ഥാനെ ഉപദേശിച്ച അമേരിക്ക ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഏത് നിമിഷവും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വശത്ത് പാക് മന്ത്രിമാർ ആശങ്ക പങ്കുവെക്കുമ്പോൾ മറുവശത്ത് കൊടും ഭീകരർക്ക് സുരക്ഷയൊരുക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ തിരയുന്ന ലഷ്കർ ഇ തൈബ തലവൻ ഹാഫിസ് സയീദിന്റെ സുരക്ഷയാണ് പാക് സർക്കാർ വർദ്ധിപ്പിച്ചത്. നിലവിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് 46 വർഷം ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുകയാണ് ഹാഫിസ് സയീദ്. ജയിലിനു പകരം വീട് തടവറയാക്കി മാറ്റിയാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് പാക് സൈന്യത്തിന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെ സുരക്ഷയ്ക്കായി നിയമിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് ഗൂണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ സംഘാംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഹാഫിസ് സയീദിന്റെ ചിത്രം സഹിതമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലെ ഭീഷണി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചതെന്നാണ് വിവരം. ഇന്ത്യയുമായി സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാക് ചാരസംഘടനയായ ISIയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പാക് സർക്കാർ നിയമിച്ചു. അതേസമയം ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കാൻ ശ്രമം തുടരുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി സംസാരിച്ച US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറാകണമെന്നും ഇന്ത്യ നടത്തുന്ന അന്വേഷണവുമായി സഹകരിക്കണമെന്നും പാക് പ്രധാനമന്ത്രിയോട് US വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ചർച്ചയിലൂടെ സമാധാനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സൗദി അറേബ്യയും ഖത്തറും കുവൈത്തും രംഗത്ത് വന്നു. അതിനിടെ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 7ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഉറി, അഖ്നൂർ സെക്ടറുകളിലായിരുന്നു ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയുള്ള പാക് പ്രകോപനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.